ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാത്രി പരിപാടിയാണ് കേട്ടോ. നമ്മുടെ രാത്രി പരിപാടി ഉരുളക്കിഴങ്ങ്, പിന്നെ എന്താ വേണ്ടേ, ഉരുളക്കിഴങ്ങ് ഇത്രയൊക്കെ അധികമാവും എനിക്ക് തോന്നുന്നു. ഉണ്ടോ ഇത് വലിയ ഉരുളക്കിഴങ്ങ്, അത് കണ്ടോ? ഓ എന്തുപോലെ കിട്ടുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കഴിക്കട്ടെ, മുമ്പ് ഒന്ന് കുതിരാൻ വെക്കട്ടെ കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് ദോശമാവ് വാങ്ങിക്കില്ല. അപ്പം ദോശമാവ് വാങ്ങിക്കണ്ട, നമുക്ക് അരയ്ക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉഴുന്നരി വെള്ളത്തിലുണ്ടേ. അപ്പോൾ രാത്രി വെള്ളത്തിലിട്ടാൽ രാവിലെ അരയ്ക്കാം, രാവിലെ വെള്ളത്തിലിട്ടാൽ രാത്രി അരയ്ക്കാം. പിന്നെ എന്തായാലും രാത്രി വെള്ളത്തിലിടാൻ പോകും നിങ്ങൾ. അയ്യ ഞാനിവിടെ ചെന്ന പാത്രം കാണാണ്ടേ, അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി വിട്ടിട്ട് അത് പാത്രം മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കഴുകിയെടുത്ത് ഉഴുന്നിടണം, പച്ചരി ഇടണം. ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ഇഡ്ഡലി ദോശയും കിട്ടാൻ എന്താ ചെയ്യാന്നറിയോ? അത് താഴെക്കടിപ്പ് അരി ഉഴുന്ന് ഇടുന്നതിനൊരു കണക്കുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അറിയാൻ പാടില്ലാത്തവർക്ക് കേട്ടോ, അറിയാത്തവർ കുഴപ്പമില്ല. നമുക്ക് ആദ്യം എന്താ ചെയ്യുക, ഉഴുന്ന് വെള്ളത്തിലിടാം. അപ്പം ഇത് നാഴി, അതായത് 1/4 കിലോ ആണ്. 1/4 കിലോ ഉഴുന്നിടാം. ഉഴുന്ന് ഒരു കറക്റ്റ് 1/4 കിലോ ഉഴുന്നായിരിക്കണം എൻ്റെ ഇത്. ഇനി വാങ്ങിക്കട്ടെ വേണം, കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇത് മതി. ഇനി ഈ 1/4 കിലോ ഉഴുന്നിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ പച്ചരി വെള്ളത്തിലിടണം. പിന്നെ ഉഴുന്നിട്ടതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടണം. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂണിൽ കൂടുതലൊക്കെ ഇടാം. ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് ദോശയ്ക്ക് രുചിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇതിലേക്ക് ഞാൻ പച്ചരി ഇടാൻ പോവാണേ. പച്ചരി 1 കിലോ പച്ചരി ഇടണം. പച്ചരി ഇടട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ നാട്ടിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിരിയും കൂടെ 1/4 കിലോ ഇടാം. അപ്പോൾ പച്ചരി 3/4 കിലോയ്ക്ക് മാറ്റിയാൽ മതി. 2 3 4. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഗ്രൈൻഡറിൽ അരച്ച് വയ്ക്കുമ്പോൾ ഒന്നിച്ച് അരച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അരക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, സൂര്യകാരി ഇത്രയും ഉണ്ട്, അതിട്ട് നോക്കാം. കുറച്ച് ഒരു ദോശയ്ക്ക് ഒരു ചുവപ്പ് കളറും മുരിഞ്ഞ് കിട്ടും. എന്നാലും പച്ചരി തന്നെ ഇടുമ്പോൾ ഇത്തിരി അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട്, അതാണ് വല പറഞ്ഞത്. മതി, ഉഴുന്ന് കുറവാണേ. ഉഴുന്ന് കുറവാകുമ്പോൾ അതനുസരിച്ചിട്ട് അരി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയും നന്നാവില്ല, ഇഡ്ഡലി നന്നാവില്ല. അത് ദോട്ടലി ആയിപ്പോവും. സത്യം ജയറാം പറഞ്ഞ പോലെ ദോട്ടലി ആവും. അപ്പോൾ നമുക്ക് ഉഴുന്ന് ഉലുവ ഇടാം. അത് ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി. ഉലുവ നല്ലൊരു മണം കേട്ടിട്ടില്ലേ ദോശയ്ക്ക്? അതിങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഉലുവ ഇടണോണ്ടാണ് ദോശയ്ക്ക് ആ മണം വരുന്നത്. ഉലുവ ഇട്ടില്ലെങ്കിൽ ആ മണം വരില്ല. പിന്നെ ഉലുവ നല്ലതാണല്ലോ, തണുപ്പ് സമയത്ത് ഉലുവ കഴിക്കുന്നത് നല്ല. ഉലുവ കുതിർത്തിയിട്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നോ, തോരൻ വയ്ക്കാം. ഒരു ദിവസം കുതിരാൻ പറ്റിയിട്ട് നമ്മൾ മുളപ്പിക്കില്ലേ, അങ്ങനെ വെള്ളം ഒഴിച്ച് മുളപ്പിച്ചിട്ട് അതിനെ ഉണ്ണാൻ നേരത്ത് ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്ത് 1 മണിക്ക് ഉണ്ണുവാണെങ്കിൽ 12:30 ആകുമ്പോൾ അത് നമ്മൾ തോരൻ കടുക് വറുക്കണ പോലെ കടുക് വറുത്ത് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഇതുപോലെ ചൂടോടെ കൂട്ടാം. ചെറിയൊരു ചവർപ്പുണ്ട് ഉരുളയ്ക്കൊന്നും എല്ലാവർക്കും അറിയാം, എന്നാലും അത് നല്ലതാണല്ലോ. അതുകൊണ്ട് ചൂടോടെ കൂട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ചവർപ്പ് ഇഷ്ടമില്ലാത്തവർക്കും അത് കൂട്ടാൻ പറ്റും. ചൂടോടെ കൂട്ടുകയാണെങ്കിൽ, ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കയ്പ്പ് എടുത്ത് വരും. അപ്പോൾ നമ്മളുടെ രാത്രി പണി ഇതൊക്കെയാണ് ഇന്നത്തെ. എല്ലാ ദിവസവും ഇതായിക്കോണമെന്നില്ല. ഇന്നത്തെ പരിപാടിയാണ് നല്ലോണം കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഇട്ട് വെക്കാം. അവനവിടെ ഇരുന്ന്
രാത്രി മുഴുവൻ കുതിർന്നു. കാരണം നാളെ രാത്രി ദോശ മതിയെന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ അരച്ചാലല്ലേ രാത്രിക്ക് പൊളിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഈ രാത്രി തന്നെ ഇടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം അരയ്ക്കാറ്. ഇനി എന്തായാലും ഉരുളക്കിഴങ്ങ് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് ചമ്മന്തി അരയ്ക്കണം. കുറച്ച് ചമ്മന്തി മതി. അപ്പോൾ ഇത്രയും തേങ്ങ മതി. ഇത് ദോശക്കുള്ള ചമ്മന്തി അല്ല കേട്ടോ, ഒരാൾക്ക് കഞ്ഞി. മാങ്ങാക്കാലം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ചമ്മന്തിക്ക് ടേസ്റ്റ് കുറയും. മാങ്ങ ഉണ്ട് കേട്ടോ, ഇരിപ്പുണ്ട് ഒരു മാങ്ങ ഉണ്ടോ. മാങ്ങ വച്ചിട്ട് ചമ്മന്തി അരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പാടി പോകില്ല മാങ്ങ അല്ലേ. എന്ത് ചെയ്യും? അതെ, ഉള്ളി റെഡിയായി. നമ്മുടെ മിക്സിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അടുക്കളയല്ലേ, പാത്രങ്ങളിൽ കണ്ടിരിക്കും അല്ലേ. ഇപ്പം ഉണ്ടല്ലോ ഉള്ളിയായി. കഷ്ണം ഇഞ്ചി ഇടാം. പിന്നെ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് വറക്കണം അത്ര. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഒരു ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, എടുത്തിട്ടേ വറുത്തു. മാങ്ങ ഉണ്ടട്ടോ, അതേ മാങ്ങ കിട്ടി. അപ്പോൾ എന്താ പറയുക, ചപ്പാത്തി ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു, ഞാനെടുത്ത് വറുത്തു. അത് വെറുതെ സ്നാക്സായിട്ട് ചായക്ക് കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞു രാത്രി ഇനി അത് ഉണ്ടാക്കണം. അതിനിപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. എന്തായാലും രാത്രി നല്ല പണിയാണ്. എന്നും അതെ കേട്ടോ, രാത്രി എന്ത് പണിയുണ്ടെങ്കിലും ശരി, രാത്രിയാണ് എനിക്ക് പണി കൂടുതൽ. എനിക്ക് പകൽ പണിയൊന്നുമില്ല. പകൽ എന്തെങ്കിലുമൊക്കെ രാവിലെ ചോറും കൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഉച്ചക്കത്തേക്ക്. പിന്നെ നമ്മുടെ വേറെ പണികൾ എന്തെങ്കിലും വീട്ടുപണികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അലക്കുക, തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. തുടയ്ക്കുന്നതൊക്കെ ഞാൻ തുടയ്ക്കലൊക്കെ നിർത്തിയിട്ട് കാലുവേദന പ്രശ്നം വന്നതിൽ പിന്നെ ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും മാങ്ങാക്കാലം കഴിഞ്ഞെങ്കിൽ നമ്മളുടെ മാവ് വാങ്ങേണ്ടി. ഇപ്പോൾ അതേ തളർത്തേക്കണു മാവ്. ആർക്കെങ്കിലൊക്കെ മാവ് തളുത്തിട്ടുണ്ടോ? ഇവിടുത്തെ മാവ് തളുത്തിട്ടുണ്ട് കേട്ടോ. തളുത്ത് കഴിഞ്ഞാൽ പിന്നെ പൂക്കുക എന്നുള്ളതല്ലേ എടുത്തത്. മൂവാണ്ടൻ മാങ്ങയാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴും മാങ്ങാൻ നിൽപ്പുണ്ട് അതിന്. കഴിഞ്ഞ ദിവസം പറിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചതാണ്. ആവശ്യത്തിന് എടുക്കാമല്ലോ. ഒത്തിരി അച്ചാറുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അച്ചാറുണ്ടാക്കി. ഇപ്പോൾ 2 എണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേടാവില്ല. നമ്മളിങ്ങനെ എന്താണ് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടല്ലല്ലോ നമ്മളൊന്നും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കേടായി പോകും പെട്ടെന്ന്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാലും 2 എണ്ണം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തീരുമ്പോൾ ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ അല്ലേ. നമുക്ക് ഇത്രയും മാങ്ങ മതി, ഇല്ലെങ്കിൽ പുളി കൂടിപ്പോവും. പിന്നെ ഇനി എന്താ വേണ്ടേ? പച്ചമുളക് 2 പച്ചമുളക് മതിയാവും. അപ്പോഴേക്കും തേങ്ങയൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കരിവേപ്പില കേട്ടോ. കരിവേപ്പില എടുക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. മുറ്റത്ത് കരിവേപ്പ് ഉണ്ട്. എന്നാലും പിന്നെ നമ്മുടെ ഉപ്പ് വേണം. വിഷ്ണു ഒന്ന് കൂട്ടിന് വന്ന് നിൽക്കുമോ കരിവേപ്പില എടുക്കാൻ? ആ ഫോണിൽ തിരക്കില്ല. നമുക്കുള്ളത് വെച്ച് ഉണ്ടാക്കാം. പിന്നെ ഒരു ധൈര്യം സംബന്ധിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഉള്ളത് വെച്ചങ്ങോട്ട് അടിക്കാൻ പോവുകയാണ്. ഉള്ളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. എനിക്ക് ചതയാൻ പാടാവും. നീ കഞ്ഞി ഉണ്ടാക്കണം. കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പ പരിപാടി കേട്ടോ. ചോറിനെ പിടിച്ചിട്ട് കഞ്ഞിയാക്കും. അത് തന്നെ എൻ്റെ കഞ്ഞി. അതിപ്പോൾ കഴിക്കാൻ ആൾ വന്നിരിക്കുന്ന നേരത്ത് നമുക്കങ്ങോട്ട് ചെയ്യാം. അപ്പോൾ അതെ, നമ്മുടെ ചമ്മന്തി റെഡി. ഇനി പാത്രത്തിലേക്ക് മാറ്റാൻ മതി. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് കുറച്ച് പണികൾ തീർക്കാനുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണേ, അതേപോലെ അഭിപ്രായം അറിയിക്കണം.
അപ്പോൾ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നിങ്ങളെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് കാണിക്കണമെന്നുണ്ട്. നോക്കട്ടെ ഞാൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. എന്താണെന്നറിയോ, കുറേ പണിയുണ്ടെന്ന് ഇന്ന്. ചമ്മന്തി അരച്ചു. ഇനിയിപ്പോൾ ഇത് അവന് എന്താണ് ദോശയ്ക്ക് നമ്മുടെ ഹോട്ടൽ ചമ്മന്തി ഉണ്ടല്ലോ റെഡ്, അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൊണ്ട് വെച്ചേക്കണം. അപ്പോൾ അതെടുത്തിട്ട് കുറേ സമയം ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് ഓരോ സൈഡിൽ നോക്കിയിട്ടൊക്കെ അവനും കൂടെ വന്ന് നോക്കിയപ്പോൾ പറയുകയും വേണ്ട, അവൻ പിന്നെ ഇങ്ങനെ കുറേ സമയം എടുക്കും നോക്കി പിടിച്ചൊക്കെ വരാനായിട്ട്. പെട്ടെന്നൊന്നും നിർത്തില്ല കാലത്ത് ഡേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കുറേ സമയം എനിക്ക് പോയി കിട്ടി. എൻ്റെ പണി നടന്നില്ല, അത്രയുള്ള കാര്യം. ഞാനാണെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് വെച്ചു എടുത്തു എൻ്റെ കാര്യം നോക്കും. അല്ലാണ്ട് ഇപ്പം ഇന്നും മഴയൊക്കെ ഉണ്ട് അല്ലേ, ചെറുതായിട്ട്, വലിയ മഴയൊന്നുമില്ല. ഇരുണ്ടടച്ച് നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനോടൊന്നും പെയ്തില്ല. ഇവിടെ ഒരാൾ കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞ് നിൽക്കില്ല. ആരെങ്കിലുമൊക്കെ പരിചയക്കാരൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ കുറേ സമയം പോകും. പിന്നെ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അത് പറഞ്ഞു നിൽക്കും. നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ലോകവിശേഷമൊക്കെ തീർന്നിട്ട് വരണം. അതേ വനുണ്ട്. ഗേറ്റ് തുറക്കണ ചേട്ടോ കുത്തിപ്പോയി. ഇപ്പോൾ ദോശമാവ് ഇന്നും വാങ്ങിക്കാൻ പറഞ്ഞേക്കുക, അതുകൊണ്ടാണ് നാളെ അരയ്ക്കാമെന്ന് വെച്ചത് കേട്ടോ. കാരണം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിയില്ല. ഇപ്പോൾ അവൻ ദോശ തിന്നാന്നുള്ള തീരുമാനത്തിൽ എത്തിക്കുന്ന സ്ഥിതിക്ക് ദോശ തന്നെ കുറവ് സ്ഥിതിക്ക് കഴിച്ചോളൂ. അപ്പോൾ പിന്നെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ മുതലാവില്ല. അല്ലാണ്ട് എന്നും ഇടയ്ക്കൊക്കെ വാങ്ങിക്കാമെന്നല്ലാണ്ട് ഞാൻ അരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ഇന്ന് അരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദോശമാവ് ഇന്നത്തേക്ക് ഇല്ല, അപ്പോൾ വാങ്ങിപ്പിച്ചു. എവിടെ വന്നില്ലേ? വന്നില്ലേ? വൈകി എന്തേ? ഓ അതിന് മാത്രം സാധനം ഉണ്ടോ? ഒരു ദോശമാവും പാലും അത്രയേ ഉള്ളൂ. ഒരു ദോശമാവും പാലും ഉള്ളൂ. സാധനങ്ങൾ വന്നില്ല, വൈകിയിരുന്നു. വർത്താനം പറഞ്ഞ് കൂടിയതാണ്. ഞാനീ പറഞ്ഞ പോലെ നമുക്ക് കുറേ സമയമൊക്കെ അങ്ങനെയൊക്കെ പോകില്ലേ കൂട്ടുകൂടി. എനിക്കിപ്പോൾ അമ്പലത്തിലാണ് കൂട്ടുകാരുള്ളത്. അപ്പോൾ കാലത്തെ ഒരു 9:30 മണിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ 9:45 എല്ലാവരും എത്തുക സമയത്ത്. അപ്പോൾ എല്ലാവരെയും കണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട്, അറിയാവുന്ന ഇലക്കത്തുകാരുണ്ട്, അല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ നേരത്ത് വന്ന് കണ്ട് ശീലമായവരാണ് ഇതൊക്കെ. അപ്പോൾ അവരെയൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിരിക്കും, തൊഴുത് പോരും. അപ്പം നമുക്കൊരു രസമല്ലേ, നമ്മളെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സ് അല്ലേ ആവുക. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുമ്പം 9:45 പോകും, കാരണം അവരെയൊക്കെ കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരെ തൊഴിലായിട്ട് ഇങ്ങനെ എത്തി തുടങ്ങും. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷം ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ തൊഴുത് നാമഞ്ചേരി ഹൈ പറഞ്ഞിട്ട് വരും. അപ്പോഴേ നമുക്ക് എന്നും വീഡിയോ വലുതായി പോകണ്ടല്ലേ, ഇന്ന് ഇവിടെ വെച്ച് നിർത്തിയാലോ. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തുന്ന സമയത്ത് അത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. ചപ്പാത്തി അല്ല, ആ സ്നാക്സ്. അല്ലാണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നിന്നില്ല. അപ്പോഴുണ്ടല്ലോ, നാളെ കാണാം. ബൈ. അങ്ങനെ നമ്മുടെ പാലെത്തി. ഞാൻ മിൽമയെ വാങ്ങിച്ചോണ്ടിരുന്ന കേട്ടോ, പക്ഷെ മിൽമയിൽ നമുക്ക് ഒട്ടും നെയ്യൊന്നുമില്ല, പാലിനൊരു കൊഴുപ്പില്ല. അപ്പം ഞാൻ പെടിരീപ്പി ആക്കി, കയ്യിൽ നിന്ന് പെടിരീപ്പി വാങ്ങിക്കും. പിന്നെ ദോശമാവ് വാങ്ങിക്കുകയാണെങ്കിൽ രുചിയുണ്ട്, രുചി നല്ല ദോശമാവ് കേട്ടോ, രുചിയുടേത്. നമ്മുടെ പരിചയത്തിലുള്ളവർ തന്നെ ഉണ്ടാക്കിയിട്ട് കടകളിൽ എത്തിക്കുന്നതാണ്. ആദ്യം തുടക്കത്തിൽ അവർ വീട്ടിലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ അത് കൊണ്ടുപോയി തരുമായിരുന്നു. ഇപ്പോൾ എല്ലാ കടയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, നേരിട്ട് വാങ്ങിക്കേണ്ടത്.
നേരിട്ട് വാങ്ങിക്കുമ്പോൾ ഫുള്ള് വിലയാവും. 65 രൂപയാണ്. 65 രൂപയും കൊടുക്കേണ്ടി വരും നേരിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ. നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1, 2, 3 രൂപയൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ പാല് പിടിയിരിക്കും. ചെറിയൊരളവ് വ്യത്യാസം മിൽമേന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല പാലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കും. അപ്പോൾ 2 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ റെഡിയാക്കാൻ നോക്കട്ടെ, ഇനി സമയം പോകും. അപ്പോഴുണ്ടല്ലോ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിന് ഫ്രൈ ആക്കണമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ നേരെ സംഭവം തിരിഞ്ഞു അതിന്ന് മാറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, മാവൊക്കെ കലക്കി റെഡിയാക്കി വെച്ചേക്കണേ. അപ്പോഴുണ്ട് ബ്രെഡ് കണ്ടു. ബ്രെഡ് വന്ന് കണ്ടപ്പോൾ നേരെ ബ്രെഡ് ഇത്തിരി 2 മുക്കി വറുത്താൽ മതി എന്നായി. അങ്ങനെ എനിക്ക് ചപ്പാത്തി പരിപാടി ഒഴിഞ്ഞ് കിട്ടി. ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? ഇതിൽ മൈദമാവുണ്ട്, കടലമാവുണ്ട്, അരിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്. ഇല്ലാത്തൊന്നുമില്ല അതിൽ. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ വെറും മൈദയിൽ ഇത് എന്താ പറയുക, ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ബ്രെഡ് മുക്കി വറുക്കുകയാണ്. ഇവൻ ഉള്ളത് മുഴുവനും ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാൻ ഇതിനു മുമ്പ് അവൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയണേ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ.